ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ഒരു പിയർ സോപ്പ് മേടിച്ചിട്ടുണ്ട് കേട്ടോ. അത് വെച്ചിട്ട് എല്ലാവരും യൂട്യൂബിൽ കണ്ടതാണ് കേട്ടോ. ഒരു സോപ്പ് ഇത് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ എല്ലാ പിന്നെ ഇതിൻ്റെ സെറ്റൊക്കെ എടുത്തിട്ട് ഇതിൽ ആഡ് ചെയ്തിട്ട് സോപ്പ് ഉണ്ടാക്കണം കേട്ടോ. അപ്പം നമ്മൾ സോപ്പ് ഉണ്ടാക്കാൻ പോകാനാണ് കേട്ടോ നമ്മൾ ഒരുങ്ങിന്. പൂർണ്ണ സക്സസ് ആവുമെന്ന് എനിക്ക് ഉറപ്പില്ല. എന്താണെന്ന് വെച്ചാൽ അവർ ഉണ്ടാക്കുമ്പോൾ സക്സസ് ആയിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ സോപ്പ് ഇതിൻ്റെ വെള്ളത്തിൽ ആഡ് ചെയ്യാം കേട്ടോ. ഇട്ട് തിളപ്പിക്കുമ്പോൾ അത് ഒന്നായി ടൈറ്റാവും. എന്നിട്ട് നമ്മൾ സോപ്പ് ചൂടായതിൻ്റെ ശേഷം നമ്മൾ സെർവ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് അത് സെറ്റാക്കി എടുക്കലാണ് ഇതിൻ്റെ. അതിൽ നമ്മൾ ആര്യവേപ്പില, നമ്മളെ തുളസി, അലോവേര ചെല്ല്, അലോവേര കറ്റർവായ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഇതൊക്കെ കറ്റർവായയും അതുപോലെ പിന്നെ ഈ തുളസിൻ്റെ ഈ ചുള്ളിയൊക്കെ ഒന്ന് മാറ്റി നമ്മൾ ഇല നാച്ചുറൽ ഇലയൊക്കെ എടുത്തിട്ട് നല്ല തുളസി അല്ലാതെ ഉണ്ട് ആര്യവേപ്പിലൊക്കെ. അപ്പോൾ അതൊക്കെ ഒന്ന് റിമൂവ് ചെയ്തെടുക്കുക. അതിൻ്റെ കതിരൊക്കെ വേറെ ഓരോ ഇല പൊട്ടിച്ച്. അപ്പോൾ നമ്മൾ പരീക്ഷണത്തിന് നിൽക്കുകയാണ് കേട്ടോ. പൂർണ്ണ സക്സസ് ആവുമെന്നൊന്നും എനിക്ക് പറയാൻ കഴിയില്ല കേട്ടോ. അപ്പം മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയറൊക്കെ ചെയ്യണം കേട്ടോ. എനിക്ക് എൻ്റേതായിട്ടുള്ള ക്യാരക്ടർ, ഞാൻ ആരെയും ഒന്നും പറയാനുമില്ല, ആരെ സഹായിക്കാനുമില്ല. എനിക്ക് എല്ലാം മതിയായി എൻ്റെ പൊന്നുമക്കളെ. ഒന്നും ഇന്നത്തെ കാലത്തൊന്നും ശരിയായില്ല, കാര്യങ്ങളും അല്ല. എനിക്ക് എൻ്റേതായിട്ടുള്ള കാര്യങ്ങളൊന്നും മുന്നോട്ട് പോകാൻ ഞങ്ങളോട് പറയുന്നു. ഒരു കമൻറ്റ് ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു. ആ കമൻറ്റിൽ എന്താണെന്ന് വെച്ചാൽ, മറ്റുള്ളവരെ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾ പറയരുത്. ആ വ്യക്തിയെ പേരൊന്നും ഞാൻ പരാമർശിക്കുന്നില്ല, സപ്പോർട്ട് ചെയ്യാൻ പറയരുത് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇനി ആരും സപ്പോർട്ട് ചെയ്യാനും ഒന്നുമില്ല. എനിക്ക് എൻ്റേതായിട്ട് ഞാനും വലിയമായിട്ട് വീഡിയോ ചെയ്ത് മുന്നോട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ അതെല്ലാം കഴുകി വൃത്തിയാക്കിയിട്ട് നമുക്കിതൊന്ന് അരച്ച് എടുത്ത് കൊണ്ടുവരണം കേട്ടോ. ഈ സോപ്പ് വെച്ചിട്ട് നമുക്ക് എത്ര സോപ്പ് ഉണ്ടാക്കാം? ഒരു 3-4 സോപ്പൊക്കെ ഉണ്ടാക്കല്ലേ ഒരു സോപ്പ് വെച്ചിട്ട്. അപ്പം നമ്മൾ ഇതിൻ്റെ ഈ മുള്ളൊക്കെ മാറ്റി കൊടുക്കണം കേട്ടോ മക്കളെ. അപ്പോൾ നമ്മളെ ജെല്ല് ഞാൻ റിമൂവ് ചെയ്യാൻ പോവുകയാണ്, എടുക്കാൻ പോവുകയാണ്. നമ്മളെ ചച്ചുടോ പാളിപ്പോയി പൊന്നെ. ഇതിൻ്റെ ഈ മുള്ളൊന്ന് മാറ്റിയെടുക്കണം. ഞാനതൊരു ജ്യൂസ് അടിച്ച് കുടിക്കലൊക്കെ ഉണ്ട് കേട്ടോ. ഭയങ്കര ഇഷ്ടമാണ്. ചിലർ പച്ചക്ക് കഴിക്കണൊക്കെ ഉണ്ട്. വേറെ നല്ലൊരു ഔഷധ മരുന്നാണ് ഈ കറ്റർവായ അലോവേര ജെല്ല. നമ്മളെ മുഖത്തിനൊക്കെ ഐശ്വര്യം കിട്ടാനും ഭയങ്കരമായിട്ട് സഹായിക്കുന്ന ഒരു സാധനമാണ് എൻ്റെ പൊന്നെ ഈ ഒരു സെല്ല്. ഇനി നമ്മളിതിൻ്റെ ഈ സാധനം അടർത്തിയെടുക്കണം കേട്ടോ. പൊന്നോ, നമ്മളെ വീട്ടിലൊക്കെ ആയുർവേദ സാധനങ്ങൾ തന്നെ ഉണ്ട്. അതൊക്കെ ചെയ്യാൻ മടിയാന്ന് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ ഓരോ കാര്യത്തിനും ഓടി നടക്കുകയല്ല. അപ്പം പിന്നെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ മടി. അതൊന്നും എല്ലാം ഇങ്ങോട്ട് കട്ട് ചെയ്താൽ കുറേ മുകളിലുണ്ട്. ടെറസിൻ്റെ മുകളിൽ ഇഷ്ടം പോലെ അലോവേര ജെല്ലുണ്ട് കേട്ടോ. ഒരു ദിവസം ഇതിൽ യൂട്യൂബിലുണ്ട് പായസം ഉണ്ടാക്കണം മക്കളെ. ഇങ്ങനെ എടുക്കുക. കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അത് കഴിക്കട്ടോ. സുലാർമാനെ ഒരു പുളി രസമുണ്ടാവും. നല്ല ഔഷധമാണ്, ശരീരത്തിന് നല്ല തണുപ്പ് തരും. അപ്പം നാച്ചുറലായിട്ട് ഒരു സൈഡ് ഇഫക്റ്റ് എന്ന് പറയുന്നത് സൈഡ് ഇഫക്റ്റ് ഇല്ലാത്ത ഒരു നാച്ചുറൽ പ്രൊഡക്റ്റാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. ഒരു സോപ്പ് വെച്ചിട്ട്, ഒരു പിയർ സോപ്പ് വെച്ചിട്ട് ഒരു 3 സോപ്പ് ഉണ്ടാക്കാനുള്ള ഒരു ഇതിലാണ് കേട്ടോ. നമുക്ക് എല്ലാതും അറിയാം. നമ്മളതൊന്നും മെയിൻ ചെയ്യാറില്ലാത്തതുകൊണ്ടാണ്. നമ്മൾ അധികം ഫുഡ് കഴിക്കുക, അതുപോലെ എൻജോയ് ചെയ്യുക. പുറത്ത് നമുക്ക് എൻജോയ്മെൻറ്റ്. അതാണ് എനിക്ക് ഉള്ളിലിരിക്കാതെ ഒട്ടും താല്പര്യമില്ല. അതാണ് എനിക്ക് പുറത്ത് പോയി ഇതുവരെ ഞാൻ ഉള്ളിൽ തന്നെ ആയിരുന്നല്ലോ. എനിക്ക് ആരോടും ഒരു കൂട്ടും ഉണ്ടായിരുന്നില്ല. ആരും പുറത്തൊന്നും കാണില്ല. ആരും എവിടെ ഈ കുട്ടി ഇവിടെ ഒന്നും ഇല്ലേ എന്നൊക്കെ ചോദിക്കും എല്ലാവരും.
അയൽവാസിയെ കാണാനോ ഒന്നും താല്പര്യപ്പെടുന്നില്ലായിരുന്നു. ഭയങ്കരമായിട്ട് പിന്നെയല്ലേ ഹോം നേഴ്സായിട്ടൊക്കെ പോയി അവരൊക്കെ ശുശ്രൂഷിച്ച് പിന്നെ ഉണ്ടായി. പിന്നെ യൂട്യൂബിലേക്ക് വന്ന് ഇപ്പം എല്ലാവരും കട്ടിലുണ്ണിയായി. സെലു കിഷൻ വളപുരം ഇതായി. ഇനി നമ്മളൊക്കെ ഉണ്ടായൊരു കലാവരി. ഇതൊക്കെ ഒന്ന് ഉടച്ചെടുക്കുക. നല്ല കൊഴുപ്പൻ്റെ പൊന്നേ. ഈ കൊഴുപ്പ് കാണുമ്പോൾ എന്ത് തോന്നും? ഉടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. മുഖത്ത് അപ്ലൈ ചെയ്യുക. ഇതൊക്കെ കണ്ട് മിക്സിയിലിട്ട് അരച്ചിട്ടുണ്ടല്ലോ, പേസ്റ്റ് ആക്കിയിട്ടുണ്ട്. മുഖത്തും കൗത്തിലൊക്കെ അപ്ലൈ ചെയ്യാം. ഇനി നമ്മളെന്താ ചെയ്യാൻ പോകുന്നറിയാം. അതിൻ്റെ ഈ വേസ്റ്റൊക്കെ ഒന്ന് മാറ്റിയത് നമ്മൾ മാറ്റി വയ്ക്കാം. ഇനി നമ്മളെ സോപ്പ് ഉണ്ടല്ലോ, സോപ്പ് കട്ട് ചെയ്യാൻ പോവാണേ. ഇതാണ് നമ്മളെ താരജോടി. ഇത് വെച്ചിട്ട് നമുക്ക് എത്ര സോപ്പ് ഉണ്ടാക്കാൻ പറ്റുമോ നോക്കാം. നല്ല കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാം. 50 റുപ്യക്ക് 3 സോപ്പ് കിട്ടുന്നതാണ് കേട്ടോ. നല്ല ചെല്ലി ക്രീമി പോലെ ഉണ്ടാകും. നല്ല കട്ട് ചെയ്ത് മാറ്റി. സെലൂന് എന്തുണ്ടാക്കാനും മടിയൊന്നുമില്ല. സെലൂന് നേരമില്ലാത്തതുകൊണ്ടാണ് മക്കളെ. സത്യം പറഞ്ഞത് അലുവേന്നൊക്കെ തോന്നിപ്പോവും. അമ്മാതിരി സോപ്പാന്ന് തോന്നുന്നുണ്ടോ മക്കളെ? അത് നോക്കി കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്താ ഈ പെണ്ണ് കാട്ടണത് എന്നൊക്കെ വിചാരിക്കും. പക്ഷെ സോപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ കാട്ടണത്. ഒരു സോപ്പ് കൊണ്ട്. വല്യമ്മ പപ്പായ കൊണ്ട് കിടക്കുക ഇവിടെ. വല്യമ്മയുടെ പണി വല്യമ്മ എടുക്കുന്നുണ്ട്, എൻ്റെ പണി ഞാൻ എടുക്കുന്നുണ്ട്. അപ്പം നമ്മളെ കറ്ററുവായി സോപ്പ് കട്ട് ചെയ്തോ. ഇനി നമുക്ക് അതിൻ്റെ ആവണം. അപ്പം ഇത് ചതച്ച് പിഴിഞ്ഞെടുക്കണം. ഇതിൻ്റെ ചാറെടുക്കാനാണ്. അപ്പം നല്ലോണം ഒന്ന് ഇത് കഴുകി വൃത്തിയാക്കി കൊട്ടയിലൊക്കെ ഇട്ട് വാർത്ത് കൊടുക്കുന്നത് കേട്ടോ. നമ്മളെ ആര്യവേപ്പിൻ്റെ ഇലയും നമ്മളെ തുളസി ഇലയും. അപ്പം നമ്മളൊന്ന് ചെറുതാക്കി ഒന്നത് കട്ട് ചെയ്യണം. അതിലുള്ളത് അരിഞ്ഞെടുക്കുക. ഇത് സെത്തി എടുത്തിട്ടാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ആക്കിയാലും അതിൻ്റെ നീര് കിട്ടുമെന്നൊരു ഇത് കിട്ടുന്നുണ്ട്. കിട്ടാൻ വേണ്ട ഒന്നുകൂടെ അടച്ചെടുക്കണം. അപ്പോൾ ആര്യവേപ്പില, കറ്ററുവായ പിന്നെ തുളസി, പിന്നെ നമ്മൾ സോപ്പും. ഇതിൻ്റെ പരീക്ഷണമാണ് മക്കൾ കാണണം കേട്ടോ. അപ്പോൾ സോപ്പ് ഉണ്ടാക്കണ പരീക്ഷണം. അപ്പോൾ നമ്മൾ സോപ്പ് ഉണ്ടാക്കാൻ പോയാലോ. അത് മിക്സിയിലൊന്ന് അടിച്ച് കൊണ്ടിട്ട് കേട്ടോ. എന്നിട്ട് പിഴിയണം. അപ്പോൾ മക്കളെ ഇതൊക്കെ അടിച്ചെടുക്കാൻ പോകണം കേട്ടോ. അപ്പോൾ നമ്മൾ വെള്ളം ചേർക്കുന്നില്ല. അപ്പോൾ അവരെ ആര്യവേപ്പിൻ്റെ ഇല മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. തുളസിയും പിന്നെ നമുക്ക് വെള്ളത്തിൽ ചേർക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അതുണ്ടാവില്ല, നമ്മൾ അലോവേറ ജെല്ലിൻ്റെ ഒരു പഴുപ്പുണ്ടല്ലോ, അതൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. എന്നിട്ട് അലോവേറ ജെല്ലിട്ട് ഒന്നും കൂടെ അടിക്കുക. അപ്പോൾ ഒന്നും കൂടെ വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവില്ല, നല്ല അലോവേറ ജെല്ല് മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളൊന്ന് കറക്കിയെടുത്ത് വരാം കേട്ടോ. ഓക്കെ മക്കളെ അലോവേറ ജെല്ലുണ്ടല്ലോ, അത് നമുക്ക് ഇതിലേക്ക് ഒന്ന് പാർന്ന് കൊടുക്കുക. എന്നിട്ടിത് നല്ലോണം അരച്ചെടുത്തിട്ട് നമുക്ക് പേസ്റ്റാക്കാം. എന്നിട്ട് ഒട്ടും വെള്ളം നമ്മൾ ചേർത്തിട്ടില്ല, വെള്ളത്തിൻ്റെ ഒരു അംശം പോലും പാടില്ല കേട്ടാ. ഇനി നമുക്കൊന്ന് അത് അരച്ചിട്ട് നമ്മൾ അരച്ച് കൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കാണാനുണ്ടോ? നല്ല പീഞ്ഞ് അതിൻ്റെ സെത്തകൾ എടുക്കുക. കുട്ടികൾ നല്ല സംസാരമാണ് അവിടെ. നല്ലോണം നിരടി എടുക്കും.
അപ്പോൾ ഇത്ര സെത്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ചണ്ടി കൂടുതലും സെത്ത് ഇത്ര ചണ്ടി ഇത്ര ഉള്ളൂ. അപ്പം നമ്മളേ അത്ര ചാറ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളെ സോപ്പ് കഷ്ണം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക, ഒന്ന് ബെൽറ്റാക്കി എടുക്കുക. ബെൽറ്റായി വരും കേട്ടോ. ബെൽറ്റാവിൻ്റെ കൂടെ നമ്മൾ ഈ ഇട്ട സെറ്റും കൂടെ അതിൽ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നാച്ചുറലായിട്ടുള്ള സോപ്പായി നമ്മൾ ഉണ്ടാക്കട്ടോ. നല്ലോണം കേട്ടോ ബെൽറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ മക്കളെ നമ്മളെ സോപ്പ് ഉണ്ടാക്കലിൽ ഇവിടെ അതിങ്ങനെ ബെൽറ്റായി വരണോ കണി. അപ്പം നമ്മൾ ഈ പിന്നെ അലോവേറ ജെല്ലും അതുപോലെ തുളസിയും ആര്യവേപ്പിൻ്റെ ഇലയും കൂടെ ഇതിലൊന്ന് ബെൽറ്റാക്കി എടുക്കലാണ് കേട്ടോ. നമ്മൾ ഫ്ലെയിം കുറച്ച് കൊടുക്കുക. അപ്പോൾ ആ സോപ്പിൽ എല്ലാ ഗുണങ്ങളും പെടും. നല്ല ബെൽറ്റായി വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു പാത്രത്തേക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ, സോപ്പ് സെറ്റാവാനായിട്ട്. അപ്പോൾ എല്ലാതും പിന്നെ അലിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. ഇനി നമുക്ക് ഏതാ പാത്രത്തിൽ നമുക്ക് ഏത് ആകൃതിയിലാണ് സോപ്പ് വേണ്ടത് ആ ആകൃതിയിൽ നമുക്ക് സെറ്റാക്കി എടുക്കാം. ഓക്കെ ഇരിക്കണത് കണ്ടില്ലകൾ 2 സോപ്പ് നമുക്ക് കിട്ടിയ, ഒരു സോപ്പ് കൊണ്ട് 2 സോപ്പ്. അലോവേര ജെല്ലോ കൂടെ കൂടിയിട്ട് ഇതിൽ ബാക്കി ചട്ടം ഇന്ന് സെറ്റാവട്ടെ. നമുക്ക് ഇത് കൊണ്ട് കുളിച്ചും ചെയ്യാം വേലൊക്കെ. അപ്പോൾ പരീക്ഷണം സക്സസ് ആയാൽ മതി. നമ്മൾ പറഞ്ഞിട്ടുണ്ട് സെറ്റായി വരണമെങ്കിൽ. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പൈസ ചെയ്യൂ. അസ്സലാമു അലൈക്കും. സോപ്പ് റെഡി.